പിന്നെ കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പാട്ടുത്സവം എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തുകയും വ്യാപാരികളിൽ നിന്ന് കഴുത്തിന് പിടിച്ച് കാശ് മേടിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് പരാതികളും ഇപ്പോൾ പി വി അൻവർ വലുതായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പരാതികൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കോ ഒന്നും തന്നെ ആര്യാടൻ ഷൗക്കത്ത് ഇതേവരെ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ആര്യാടൻ ഷൗക്കത്ത് മറുപടി പറയണം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആരെങ്കിലും മറുപടി പറയണം. അപ്പോൾ അത്തരത്തിൽ വ്യാപാരി സംഘങ്ങളായിട്ടുള്ള 15,000-ഓളം വരുന്ന വ്യാപാരികൾ ഇവിടെ സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ ആലോചിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ പല സമ്മർദ്ദങ്ങളുടെ പുറത്ത് അവർ പിൻവാങ്ങിയതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഇദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള വോട്ട് സമാഹരണം അവർ നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നഗരസഭ അടക്കമുള്ള പരിധികളിൽ സാധാരണ കോൺഗ്രസ് മുന്നിലെത്താറുള്ള ഒരു മണ്ഡലമാണെങ്കിൽ, അതായത് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ മത്സരത്തിൽ 10,000 വോട്ടിന് മുമ്പിലെത്തി. അപ്പോൾ 10,000, 10,800-ഓളം വോട്ടുകൾ മുമ്പിലെത്തിയെങ്കിൽ അതൊന്നും ഒരു തവണ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് നഗരമധ്യത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നൊരു കാര്യം.